ഏകദേശം അരനൂറ്റാണ്ടോളമായി സിപിഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ പുറകിൽ കാണുന്ന എകെജി സെന്റർ. തൊഴിലാളികളുടെയും അനേക ലക്ഷം പാർട്ടി പ്രവർത്തകരുടെയും പാവപ്പെട്ട മനുഷ്യരുടെയും ആശ്രയ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന എകെജി സെന്റർ ഇനി പുതിയൊരു മന്ദിരത്തിലേക്ക് മാറുകയാണ്. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന എകെജി പഠന ഗവേഷണ കേന്ദ്രത്തിന് സമീപം ഡോക്ടർ NS വാര്യർ റോഡിലാണ് പുതിയ മന്ദിരം ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സൌകര്യപ്രദമായ തരത്തിലാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം. വാർത്താ സമ്മേളനത്തിനുള്ള ഹാൾ, സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ്, യോഗം ചേരാനുള്ള സൌകര്യം, സെക്രട്ടേറിയറ്റിന്റെ പ്രത്യേക മുറി, ഹാളുകൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെല്ലാമുള്ള ഓഫീസ് മുറികൾ, PB അംഗങ്ങൾക്കുള്ള സൌകര്യങ്ങൾ എന്നിവ പുതിയ ആസ്ഥാന മന്ദിരത്തിലുണ്ടാകും. പരിമിതമായ താമസ സൌകര്യവും മന്ദിരത്തിൽ സജ്ജീകരിക്കും. 9 നിലകളാണ് പുതിയ എകെജി സെന്ററിനുള്ളത്. ഇതിനു പുറമെ വാഹന പാർക്കിംഗിനായി 2 ഭൂഗർഭ നിലകൾ വേറെയുമുണ്ട്. വാസ്തുശില്പി N മഹേഷാണ് 60,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. പാർട്ടി പ്രവർത്തകരും അനുഭാവികളും സ്വരുക്കൂട്ടിവെച്ച തുകയാണ് ഈ മന്ദിരത്തിന്റെ കരുത്ത്. പുതിയ എകെജി സെന്ററിന്റെ ഉദ്ഘാടനം ഈ മാസം 23-ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ നിർവഹിക്കും. പാവങ്ങളുടെ പടത്തലവനായ AK ഗോപാലിന്റെ ബഹുമാനാർത്ഥം സ്ഥാപിച്ച എകെജി സെന്റർ അദ്ദേഹത്തിന്റെ 2ാം ചരമവാർഷികത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് കേന്ദ്രത്തിന്റെ ആദ്യ ഡയറക്ടർ EMS നമ്പൂതിരിപ്പാളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരമായി